അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ SKSSF മീഡിയയിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് രണ്ട് വാക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ബഹുമാനികളെ, അതായത് ഇന്ന് ഒരുപാട് ഹറാമുകൾ ഹലാലായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിൻ്റെ കാത് കൊണ്ട് വ്യഭിചാരമുണ്ട്, നിൻ്റെ കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, നിൻ്റെ ഹൃദയം കൊണ്ട് വ്യഭിചാരമുണ്ട്, നിൻ്റെ കൈ കൊണ്ട് വ്യഭിചാരമുണ്ട്, നിൻ്റെ കാലുകൊണ്ട് വ്യഭിചാരമുണ്ട്. എന്താണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം? ഒരു അന്യ പെണ്ണിലേക്ക് നോക്കൽ, അത് നിൻ്റെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അങ്ങനെ നോക്കുതിരിക്കൽ, അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഒരു അന്യ സ്ത്രീയുടെ സംസാരം കേട്ടുകൊണ്ട് ആസ്വദിക്കൽ, അത് വ്യഭിചാരമാണ്, കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. വ്യഭിചാരികൾക്കുള്ള കുറ്റം, ശിക്ഷ, നരകത്തിലെ ശിക്ഷ അള്ളാഹുവിൻ്റെ റസൂൽ അതിഗൗരവമായി കൊണ്ട് നമ്മളിലേക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഒന്ന് മനസ്സിലാക്കാതെ പോയ, ഇന്ന് അധിക സ്ഥലത്തും കല്യാണത്തിന് നോക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് പെണ്ണിനിക്ക് കൊടുത്തയക്കുന്നത് മൊബൈൽ ഫോണാണ്. എന്തിനാണ് ഈ മൊബൈൽ ഫോൺ കൊടുക്കുന്നത്? 2 മാസമോ 3 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുമ്പോൾ അതിനു മുമ്പ് പാതിരാത്രി മുതൽ രാവിലെ വരെ മൊബൈലിലൂടെ കിന്നാരം പറയാൻ, സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ ഫോൺ കൊടുക്കുന്നത്. അത് പച്ച ഹറാമാണ്, കാതുകൊണ്ടുള്ള ഹറാമാണ്. നമ്മുടെ കുടുംബബന്ധം തുടങ്ങുന്നത് തന്നെ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നബത മിനൽ ഹറാമി ഫിന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് മുളച്ചത് അത് നരകവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ നാം ഇങ്ങനെയുള്ള ഹറാമ് വിവാഹത്തിന് മുമ്പ് ചെയ്താൽ ഒരിക്കലും നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകൂല. നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ വിവാഹം സുന്നത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സുന്നത്താക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ആ സുന്നത്ത് ചെയ്യണമെങ്കിൽ അതിൽ ഒരുപാട് ഹറാമ് ചെയ്തതിന് ശേഷം ആ സുന്നത്തെടുക്കുന്നതിന് എനിക്ക് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഹറാമ് ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നാം ഹറാമോ ഹലാലോ എന്ന് ഇന്നത്തെ ചില ആൾക്കാർക്ക് മനസ്സിലാവാതെ അറിയാതെ പോയ ഒരു സാഹചര്യത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ സ്വന്തം ഉമ്മയുടെ അനുജത്തിയുടെ മകളെ കാണൽ നമുക്ക് ഹറാമാണ്. ഉപ്പയുടെ അനുജൻ്റെ മകളെ കാണൽ നമുക്ക് ഹറാമാണ്. അതൊക്കെ ഇന്നൊക്കെ അത് സർവ്വസാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ചിലപ്പോൾ പറഞ്ഞേക്കാം, അത് ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ, അങ്ങനെയല്ലേ കാലത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ എന്ന് ചില ആൾക്കാർ പറഞ്ഞേക്കാം. എന്നാൽ ഞാൻ അവരോട് ചോദിക്കുകയാണ്, കാലത്തിനനുസരിച്ച് നിങ്ങളൊക്കെ ദീന് മാറ്റുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീന് കൊണ്ടുവന്നതിന് ശേഷം 1100 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിച്ചിട്ടില്ല. ഇനി ഒരാളെ കൊണ്ട് മാറ്റം സംഭവിക്കാനും പറ്റൂല. എത്രയോ ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്, എത്രയോ ഏടുകൾ ഇറക്കിയിട്ടുണ്ട്, എത്രയോ കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്, എല്ലാത്തിലും മാറ്റത്തിരുത്തുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആനിൽ ഇതുവരെ ഒരു മാറ്റമോ തിരുത്തലോ എഴുതേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീന് എന്നും ദീനാണ്. നാം അങ്ങനെയുള്ള ഹറാമുകൾ വളരെയധികം നാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ സൂക്ഷിച്ചില്ല എങ്കിൽ നരകത്തിൻ്റെ അഗ്നിയിൽ നാം കത്തിക്കരയേണ്ടി വരും. ഏതാണ് നരകം? അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നരകത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഒരുപാട് കാലം കടലിൽ മുക്കിയിട്ട് നരകത്തിൻ്റെ തീയിൽ നിന്ന് ഒരു ചെറിയ നാളം, ചെറിയ തീ കഷ്ണം ഈ ഭൂമിയിലേക്ക് ഇട്ടപ്പോൾ അതുപോലും ഭൂമിക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല. വീണ്ടും ഒരുപാട് കാലം കടലിൽ മുക്കിയിട്ടാണ് ആ ചെറിയൊരു നരകത്തിൻ്റെ തീനാളം ഈ ഭൂമിയിലേക്ക് ഇട്ടിട്ടുള്ളത്. ഈ ഭൂമിയുടെ തീയുടെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെങ്ങനെയാണ്
നാളെ നരകത്തിൻ്റെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുക? അങ്ങനെയുള്ള വ്യഭിചാരങ്ങൾ നാം കണ്ണുകൊണ്ടും കാതുകൊണ്ടും അറിയാണ്ട് ചെയ്തു പോകുന്ന, അതൊക്കെ ഹലാലാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തു പോകുന്ന വ്യഭിചാരങ്ങൾ തീർത്തും നാം ഒഴിവാക്കണം. ഒരു കാരണവശാലും പെണ്ണ് നോക്കാൻ പോകുന്നവർ അവർക്ക് മൊബൈൽ കൊടുത്തേക്കാൻ പാടില്ല. ഇന്ന് വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നാം സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് നല്ല ഭാര്യനെ കിട്ടണമെങ്കിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ ചെയ്യണം. അതുകൊണ്ട് നാം അങ്ങനെയുള്ള ദുആ ചെയ്യണം. കാരണം അത് നമ്മൾക്ക് നല്ല ഒരു ഭാര്യയെ കിട്ടാൻ കാരണമായി തീർന്നേക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്നത്തെ എല്ലാവരും വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന, കോളേജുകളിലും പിന്നെ ഹോസ്റ്റലുകളിലും വളരെ മോശമായൊരു അവസ്ഥയിലാണ് ഇന്ന് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നാം ജീവിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്തഫ വഅലാ